താങ്കൾ ഇന്ത്യൻ ഹോക്കിയുടെ ദൈവമാണ്. ഇന്ത്യൻ ഹോക്കിയുടെ പ്രസിഡന്റ് ദിലീപ് ടർക്കി മലയാളി താരം PR ശ്രീജേഷിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ആ മലയാളി ഗോൾ കീപ്പർ തന്റെ ഇതിഹാസ ഹോക്കി കരിയറിന് അവസാനം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് MS ധോണി എത്ര വലുതാണോ അതിനും അപ്പുറമാണ് ഈ മലയാളി ഇന്ത്യൻ ഹോക്കിക്ക്. GV രാജ സ്പോർട്സ് സ്കൂളിൽ നിന്ന് ആരംഭിച്ച ആ ഹോക്കി കരിയർ ഇന്ന് പാരീസ് ഒളിമ്പിക്സിൽ എത്തി നിൽക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും മികച്ച ഹോക്കി ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ മുൻപിൽ തന്നെയുണ്ട് ശ്രീജേഷ്. കഴിഞ്ഞ ദിവസം ഗ്രേറ്റ് ബ്രിട്ടനെ അവസാന 45 മിനിറ്റിൽ 10 കളിക്കാരായി നേരിട്ടപ്പോഴും ഒടുവിൽ ഷൂട്ടൌട്ടിൽ ജയിച്ചപ്പോഴും ഇന്നലെ സ്പെയിനെ തകർത്തു ഇന്ത്യ വീണ്ടും ഒളിമ്പിക്സ് മെഡൽ ഉറപ്പിച്ചപ്പോഴുമെല്ലാം അതിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ചത് ശ്രീജേഷ് ആയിരുന്നു. 2006 ഇന്ത്യൻ സീനിയർ ടീമിലെത്തിയ താരം 6 വർഷത്തോളം കഴിഞ്ഞാണ് മെയിൻ ഗോൾ കീപ്പർ ആകുന്നത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ഹോക്കിയിലെ പല നിർണായക സമയത്തും ഇന്ത്യയുടെ കാവൽ മാലാഖയായത് ശ്രീജേഷ് ആയിരുന്നു. 2014 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വർണം വാങ്ങിയപ്പോഴും 2018 ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം വാങ്ങിയപ്പോഴും 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി വാങ്ങിയപ്പോഴും വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ മെഡൽ നേടിയപ്പോഴും ഇന്ത്യൻ ഗോൾ പോസ്റ്റിന് മുൻപിൽ വൻമതിൽ തീർത്തത് ശ്രീജേഷാണ്. 18 കൊല്ലം നീണ്ടുനിന്ന കരിയർ, 328 മത്സരങ്ങളിൽ ഇന്ത്യൻ കുപ്പായത്തിൽ ശ്രീജേഷ് ഉണ്ടായിരുന്നു. പാരീസിൽ ഒളിമ്പിക്സിനു ശേഷം താരം വിരമിക്കുമ്പോൾ ഇന്ത്യൻ ഹോക്കിക്ക് അതുണ്ടാക്കുന്ന നഷ്ടം വലുതാണ്. ഗോൾ പോസ്റ്റിൽ കീഴിൽ ഈ കാവൽ മാലാഖയെ ഇന്ത്യ ശരിക്കും മിസ് ചെയ്യും. ഹോക്കിക്ക് ക്രിക്കറ്റിന്റെ അത്രയും പ്രാധാന്യമില്ലാതെ പോയതുകൊണ്ട് മാത്രം സച്ചിനെ പോലെയോ ധോണിയോ പോലെയോ അറിയപ്പെടാതെ പോയ ഈ മലയാളി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളാണ്. കാലത്തിന്റെ കാതിനിധി പോലെ ഒളിമ്പിക്സ് മെഡലുമായി ഇന്ത്യയുടെ പ്രിയപ്പെട്ട ശ്രീജേഷ് തന്റെ ഗോൾ പോസ്റ്റിന് മുൻപിൽ പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഇതിഹാസ കരിയറിന് അവസാനം കുറിക്കുകയാണ്. 1000 നന്ദി ശ്രീജേഷ്. ഗോൾ പോസ്റ്റിന് കീഴെ ഇന്ത്യക്ക് വേണ്ടി പോരാടിയതിന്, ഞങ്ങളുടെ അഭിമാനമായതിന്.